ജോൺ അത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കഴിയും. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ജോൺ ക്യാൻ ഡു ഇറ്റ്. യെസ്, ജോൺ ക്യാൻ ഡു ഇറ്റ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കഴിയും എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ക്യാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജോണിന് അത് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ കഴിയില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ജോൺ കാൺ ഡു ഇറ്റ്. യെസ്, ജോൺ കാൺറ്റ് ഡു ഇറ്റ്. ഇതിനെ തന്നെ നമ്മൾ ഫുൾ ഫോം ആക്കി പറയണമെന്നുണ്ടെങ്കിൽ ജോൺ കനോട്ട് ഡു ഇറ്റ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, രണ്ടും ശരിയാണ്. നമ്മളതിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ കാൺട്ട് എന്നുള്ളത്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയാൻ വേണ്ടി കഴിയും എന്ന് പറയണമെങ്കിൽ ക്യാൻ, ക്യാൻ. കഴിയില്ല എന്ന് പറയണമെങ്കിൽ കാൺട്ട്, കനോട്ട് അല്ലെങ്കിൽ കാൺട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പാട്ട് പാടാൻ കഴിയും എന്നെങ്ങനെയാണ് പറയാം? ഐ ക്യാൻ സിങ് സോങ്. ഓക്കെ, ഐ ക്യാൻ സിങ് സോങ്സ്. ഓക്കെ, എനിക്ക് പാട്ട് പാടാൻ കഴിയില്ല അല്ലെങ്കിൽ എനിക്ക് പാടാൻ കഴിയില്ല, ഇതെങ്ങനെ പറയാം? ഐ കാൺ സിങ് സോങ്സ്. ഓക്കെ, ഐ കനോട്ട് സിങ് അല്ലെങ്കിൽ ഐ കാൺ സിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും എങ്ങനെ പറയാം? ഷീ ക്യാൻ ഡാൻസ് വെൽ. ഓക്കെ, നന്നായിട്ട് പറ്റും, ഡാൻസ് വെൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിയില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് കമൻറ്റ് ആണ്.